നമ്മൾ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണില്ലേ ക്രിസ്മസിന്റെ. അപ്പൊ നമ്മൾ എക്കണോമിക്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറിയും അതേപോലെ തന്നെ പ്രോബ്ലം ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് ഞാൻ പറയും. കാരണം നമ്മളിപ്പോ തിയറി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രോബ്ലം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും കൂടിയിട്ട് ഒരു 9 ചാപ്റ്ററോളാണ് നമുക്ക് എന്തിനുള്ളത്, നമ്മൾ ക്രിസ്മസ് എക്സാമിനുള്ളത്. അതിൽ 3 ചാപ്റ്റർ മൈക്രോന്റെ ഫസ്റ്റ് 3 ചാപ്റ്ററിന്ന് നമുക്ക് എവിടെയാണ് ചോദിച്ചത്, നമ്മൾ ഫസ്റ്റ് ടേമിന് നമുക്ക് ചോദിച്ചതാണ്, പക്ഷെ അത് നമ്മൾ സെക്കൻഡ് ടേമിന് ചോദിക്കൂല എന്ന് പറയാൻ പറ്റൂല അല്ലെ, എന്തായാലും ചോദിക്കും. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്ററും അതിന്റെ ഒരു വെയിറ്റേജ് അനുസരിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എന്താക്കാൻ വേണ്ടിയിട്ട് പറ്റും, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, പിന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് ചെറിയ ചാപ്റ്റർ ആണ്, ഭയങ്കരമായിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊന്നും അതിലില്ല. ജസ്റ്റ് നമ്മളെ എക്കണോമിക്സിന് ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. ഒരു 4 മാർക്കിനൊക്കെ അവിടുന്ന് എന്താക്കുള്ളൂ, ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇതിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറും തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം അതിനെക്കാട്ടി കുറച്ചും കൂടി കുറവ് ഇമ്പോർട്ടൻസ് ഉള്ളത്, പക്ഷെ തീരെ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റൂല. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ അതിൽ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി ആണ്. നമ്മൾ 3 സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ട്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ, അതാണ്. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, 3 എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് അല്ലെ. നമ്മൾ എങ്ങനെയൊക്കെയാണ് സോഷ്യലിസം, ക്യാപിറ്റലിസം ആൻഡ് മിക്സഡ് എക്കണോമി അതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ, എംഒസിൽ ഡിഫറൻസ് വരുമ്പം എങ്ങനെയാണ് കർവിൽ ഡിഫറൻസ് വരാനൊക്കെ ഉള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇതില് സെൻട്രൽ പ്രോബ്ലം ചോദിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ടില്ലെങ്കിലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഭാഗം കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാനും അതിന്റെ റിലേഷൻ പറയാനും അതിന്റെ ഫീച്ചർ പറയാനൊക്കെ നമ്മളോട് ചോദിക്കും. പിന്നെ ഈ ഒരു ഭാഗം, അതായത് മൈക്രോ എക്കണോമിക്സിന്റെ മാക്രോ എക്കണോമിക്സിന്റെ ഡിഫറൻസ്, അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു 5 മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത്. ദെൻ അടുത്ത ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കൂടുതൽ മാർക്കിന് വരുന്ന ഒരു ഭാഗമാണ്. എവിടുന്ന്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ 8 മാർക്കിനൊക്കെ കൂടുതലായിട്ട് ചോദിച്ചത് ബഡ്ജറ്റ് ലൈനാണ്. നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത് കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് 8 മാർക്കിന്. നമുക്ക് പെട്ടെന്ന് 8 മാർക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് അത് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിഫറൻസ് കർവ് 4 മാർക്കിനൊക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിക്കണ്, അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ച് കണ്ടിക്കണ്. പിന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ചോദിക്കുന്ന ഒരു ഭാഗമാണ്, എന്താന്നുള്ളത് ഡിമാൻഡ് കർവിനെ പറ്റിയിട്ട് ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ്. എങ്ങനെയാ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക, അത് നമുക്ക് ഇക്വേഷൻസ് ഉണ്ടല്ലേ കണ്ടുപിടിക്കാൻ, നമുക്ക് 5 പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് ഉള്ളത്. അപ്പം അതിനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ബഡ്ജറ്റ് ലൈൻ തന്നെയാണ്. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് അതിനുശേഷം ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അങ്ങനെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബെനിഫിഷ്യൽ ആയിട്ട് വരാം. ഒരു 12 മാർക്കിന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ദെൻ അടുത്തതാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ഷോർട്ട് റൺ കോസ്റ്റ്, ലോങ് റൺ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്ററിന് പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ TVC, TFC, AFC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അതിൽ ഷോർട്ട് റൺ കോസ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക, അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ്, അതിന്റെ കർവ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, നമ്മൾ TC, MC, AC തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. 3 സ്റ്റേജുകളായിട്ടുള്ള ഒരു കർവ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. 3 സ്റ്റേജിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, അതിന്റെ ഗ്രാഫും അതിന്റെ റിലേഷൻസും പഠിച്ചു വെക്കാം. പിന്നെ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെയാണ്, അതിന് 3 സ്റ്റേജുകൾ ഉണ്ട്, അത് പഠിച്ചു വെക്കാം. പിന്നെ ലോങ് റൺ കോസ്റ്റ് കർവ്, അത് ഭയങ്കര കുറവായിട്ടാണ് ചോദിക്കുന്നത്, എന്നാലും ജസ്റ്റ് നമ്മൾ എന്താക്കുക നോക്കി വെക്കുക. കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഷോർട്ട് റൺ കോസ്റ്റിനും അതിന്റെ ഇക്വേഷൻസിനും കൊടുക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് 4ാമത്തെ ചാപ്റ്റർ ആണ് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതും ഇതേപോലെ തന്നെ നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിന്റെ ഫീച്ചർ എന്താണ്,
ഈ ഒരു ചാപ്റ്ററിന്റെ പേരിൽ തന്നെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം എന്താന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതിന്റെ ഫീച്ചറും നമ്മൾ അറിഞ്ഞിരിക്കാം. ഇത് ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിന് 3 മാർക്കിനൊക്കെ ആയിട്ട് അതിന്റെ ഫീച്ചർ ഏതെങ്കിലും 3 ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഫീച്ചേഴ്സ് അതിൽ പഠിക്കുന്നുണ്ടല്ലോ. അതിലൊരു 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ആ ചാപ്റ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. ഇതൊരു 5 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പൊ ആ ഒരു മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പം നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സപ്ലൈ കർവിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഷട്ട് ഡൗൺ പോയിന്റ് അതൊന്ന് നല്ല രീതിയിൽ നോക്കാം. പിന്നെ ചേഞ്ചസ് ഇൻ സപ്ലൈ കർവ്, അത് നമ്മൾ അതിൽ പഠിക്കുന്ന ഒരു കാര്യമാണല്ലേ. സപ്ലൈ കർവിൽ വരുന്ന ചേഞ്ചസ്, ഷിഫ്റ്റും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിലും എന്തുണ്ട്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ഒരു ചാപ്റ്ററിന് ഒരു 10 മാർക്കോളം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഇതിന്റെ ഫീച്ചേഴ്സും ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടത് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ആണ്. ആ ഒരു അപ്ലിക്കേഷൻ, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് നമ്മൾ ഇതിൽ വരുന്നുണ്ട്, പ്രൈസിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പഠിക്കുന്ന കാര്യമാണ് പ്രൈസ് സീലിംഗും അതേപോലെ തന്നെ പ്രൈസ് ഫ്ലോറും. അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു റിലേഷൻ അതെന്താണ് എന്നുള്ളത് അതിനൊരു ചെറിയൊരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫും കൂടി വരയ്ക്കുമ്പം നോക്കുന്ന ആൾക്കും കൂടി മനസ്സിലാവും ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് ഈ കുട്ടിക്ക് നല്ല രീതിയിൽ അറിയാലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കി വെക്കാം. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ളത്, അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താണ്, ഇക്വിലിബ്രിയം ആണ് അല്ലെ. ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ആ ഒരു ഭാഗം നല്ല രീതിയിൽ ക്ലിയർ ആക്കി വെക്കുക. ഈ ഒരു ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ, എങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിനും 6 to 8 വരെ നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം കൂടി. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ പോർഷൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് മാക്രോ ആണ്. മാക്രോയിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 4 ചാപ്റ്ററും നമുക്ക് ഫസ്റ്റ് ടേമിൽ ചോദിക്കാത്തതാണ്. അപ്പൊ മാക്രോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്നത് നമ്മളെ സെക്കൻഡ് ടേമിലാണ്. അപ്പൊ മാക്രോന് ആ ഒരു ഇമ്പോർട്ടൻസും കൂടി കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മാക്രോയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ മൈക്രോന്റെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് മാക്രോന്റെതും. മൈക്രോനെക്കാട്ടി ഒന്നും കൂടി സിമ്പിൾ ആണ് മാക്രോന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ അടുത്ത ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാല്. മാക്രോ എക്കണോമിക്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ അത്ര തന്നെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. 12 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. അതിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം ചോദിച്ചു വരുന്നതാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഫുൾ തിയറി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തിയറി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് നമുക്ക് ചടപ്പൊക്കെ തോന്നുമെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തതാണ് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പൊ അതും എന്താണ്, നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഇക്വിലിബ്രിയം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഇക്വിലിബ്രിയത്തിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കി പോകണം. ഒന്ന് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ് വന്നത്, ഒരു സ്റ്റോറി പോലെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. അതായത് ജെയിം കീൻസ് എങ്ങനെയാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളത്, ആ ഒരു ബുക്ക് എന്തിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ആ ഒരു റീസണും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്നതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഒക്കെ. ചിലപ്പോൾ വേണമെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണ്, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടും ചോദിക്കും. അപ്പൊ അതങ്ങനെ നോക്കാം. പിന്നെ സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി, നമുക്ക് 4 സെക്ടറുകളാണുള്ളത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഈ ഒരു 2 ഭാഗങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോവാം. ദെൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമ്മളെ ഏറ്റവും മെയിൻ അല്ലെങ്കിൽ നമ്മളെ തലവൻ എന്ന് പറയാം. ഒരു 12 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക. ഈ ഒരു ചാപ്റ്ററിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് മാം ഇവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, 3 മെത്തേഡുകൾ നമുക്കുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഈ 3 മെത്തേഡ് നിങ്ങൾ എന്തായാലും പഠിച്ചു പോവുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക 3 മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 മെത്തേഡ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പറയും പ്രൊഡക്റ്റ് മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ അത് രണ്ടും ആയിരിക്കണം എന്താക്കി കൊടുക്കേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തതാണ് മാക്രോ എക്കണോമിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, ഒരു ചെറിയൊരു തിയറി പോർഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇതും നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടതാണ്. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ആയിട്ട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള
പ്രൊപ്പോർഷൻ, നമ്മൾ രണ്ട് സെക്ടറുകൾ തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻ ആണ് അത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണ്. അപ്പൊ അത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇമ്പോർട്ടന്റ് ആണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ, അത് പഠിക്കുക. അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് ഇത് സ്റ്റോക്ക് ഏതാണ് ഫ്ലോ ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എഴുതേണ്ടി വരിക. അപ്പൊ അത് പഠിച്ചു വെക്കുക. പിന്നെ നോമിനൽ GDP എന്താണ്, റിയൽ GDP എന്താണ്, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും പഠിക്കുക. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് GDP ആൻഡ് വെൽഫെയർ, അതായത് GDPന്റെ ലിമിറ്റേഷൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു 3 മാർക്കിനൊക്കെ ആയിട്ട്. അതും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് പഠിച്ചിട്ടില്ല. ഗുഡ്സിന് നമ്മൾ പല ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. 1 മാർക്കിനൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. ഈ 3 കാര്യവും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ നോമിനൽ GDPയും GDPന്റെ ഡിഫ്ലേറ്ററും. അത് കഴിഞ്ഞിട്ട് ലിമിറ്റേഷൻസ് ഓഫ് GDP. ഒരു 3 ലിമിറ്റേഷൻസ് ആണ് നമ്മൾ എന്താക്കുന്നത്, പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് മണി ആൻഡ് ബാങ്കിങ്, ഫുൾ തിയറി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം, ഫങ്ഷൻസ് ഓഫ് മണി. ഈ ഒരു 2 കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മണി കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത്, ബാർട്ടർ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസ് ആണ്. കാരണം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, നമ്മൾ മണി കൊണ്ടുവന്നത്. ഇനി മണി കൊണ്ടുവന്നതിലൂടെയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം, ഫങ്ഷൻസ് ഓഫ് മണി എഴുതി കൊടുക്കണം. മണിന്റെ ഫങ്ഷൻസ് ആണല്ലോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ രീതിയിൽ എഴുതി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മോട്ടീവ്സ്, ഡിമാൻഡ് ഫോർ മണിക്ക് 3 മോട്ടീവ്സ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ട്രാൻസാക്ഷൻ, സ്പെക്യുലേറ്റീവ്, പ്രിക്വേഷണറി. ആ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു കാര്യമാണ് മെഷർമെന്റ് ഓഫ് മണി സപ്ലൈ എന്ന് പറഞ്ഞിട്ട് 4 മെഷർമെന്റ് M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല രീതിയിൽ നോക്കി വെക്കാം. പിന്നെ മണി മൾട്ടിപ്ലയർ അതെങ്ങനെ കണ്ടുപിടിക്കുക, അതിന്റെ കാര്യങ്ങൾ. മോണിറ്ററി പോളിസീസ്, ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോണിറ്ററി പോളിസീസ്, ബാങ്ക് റേറ്റ്, അതേപോലെ തന്നെ റിസർവ് റേഷ്യോയിൽ വരുന്നത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കാം. പിന്നെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കും. അപ്പൊ ഈ ഒരു ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് മെഷർമെന്റ്സ് ഓഫ് മണി സപ്ലൈ, അതേപോലെ തന്നെ മോണിറ്ററി പോളിസീസും ഈ ഫങ്ഷൻസും ആണ്. പിന്നെ അതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ ലാസ്റ്റ് ആയിട്ട് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു 70% നമ്മൾ എന്ത് കഴിഞ്ഞ്, മാക്രോ എക്കണോമിക്സിന്റെ പോർഷൻസ് കഴിഞ്ഞ്. ബാക്കി പിന്നെ മാക്രോയിലുള്ള ഒരു 2 ചാപ്റ്ററും കൂടിയേ എക്സ്ട്രാ ആയിട്ട് എന്തിൽ വരുന്നുള്ളൂ, നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും ഈ ഒരു സെക്കൻഡ് ടേം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ 3/4 ഭാഗം പഠിച്ചു കഴിഞ്ഞിരിക്കണേ. അപ്പൊ ഇനി പഠിച്ചവരും പഠിക്കാത്തവരൊക്കെ ഇത്രയും ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ എല്ലാ സഹായത്തിനും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താക്കുക, ഇതുപോലത്തെ ഇനിയും വീഡിയോസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരും. അപ്പൊ നിങ്ങൾ എന്താക്കുക, അത് കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത്, കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ വേണ്ടി നോക്കുക. അപ്പൊ നമ്മൾ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ MPC, MPSC, APC, APS എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ ഇക്വേഷൻ, അതിന്റെ കാൽക്കുലേഷൻസ്, അതിന്റെ റിലേഷൻ, അത് രണ്ടും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അത് മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ചിലപ്പോൾ ബോക്സ് ആയിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കും. പിന്നെ എന്താണ് എക്സാന്റെ കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, എക്സാന്റെ ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക, അതിന്റെ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു കാര്യം പഠിച്ചു വെക്കാം. എക്സാന്റെ ആഗ്രിഗേറ്റ് ഡിമാൻഡ്, എക്സാന്റെ സപ്ലൈ. ദെൻ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട്. ഇക്വിലിബ്രിയം നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക, അത് ചിലപ്പോൾ നിങ്ങളോട് ഗ്രാഫായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന് ഇക്വിലിബ്രിയം ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പൊ അത് ആ ഒരു രീതിയിൽ നോക്കാം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഏതാണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം, അതേപോലെ തന്നെ MPC, MPSC, APC, APSന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇപ്പൊ മിസ് പറഞ്ഞ പോലത്തെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ പഠിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓൾ ദ ബെസ്റ്റ്.